ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, പിന്നെ കറുത്ത മുന്തിരി, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തത്, അനാറ്, പഴം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കാം. കസ്റ്റേർഡ് പൗഡറിലേക്ക് തണുത്ത പാലൊഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. ചൂടുവെള്ളം ഉപയോഗിച്ച്, അതായത് ചൂട് പാൽ ഉപയോഗിച്ച് നമ്മൾ കലക്കരുത്, കാരണം ഇത് കട്ട പിടിക്കും. ഈ കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് തിളപ്പിക്കാൻ വെക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ അതിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടിയും ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകി വന്ന ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് കസ്റ്റേർഡ് പൗഡർ കുറുകി വന്നിട്ടുണ്ട്, പാലും കസ്റ്റേർഡ് പൗഡറും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചർ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മധുരമൊക്കെ ഉണ്ടോ നോക്കുക. മധുരം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോഴും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കസ്റ്റേർഡ് പൗഡറിൽ പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഇടുന്ന പഞ്ചസാരയുടെ അളവിനനുസരിച്ച് ഉള്ള മധുരമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അനാറ്, പഴം, ആപ്പിള്, കറുത്ത മുന്തിരി. ഈ പാത്രം നല്ല ചെറുതായിരുന്നു, അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ചെടുത്താൽ നമുക്ക് സെർവ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല
ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.